മിഡ് വീക്ക് എവിക്ഷൻ സംഭവിച്ചിരിക്കുന്നു. ഒരാൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. അൺഫെയർ ആണോ? ഭയങ്കര വലിയ അൺഫെയർ ആണ്. ടോപ്പ് 5 ഡിക്ലെയർ ചെയ്തു. പക്ഷേ ഒരാൾ ഔട്ടായപ്പോൾ ഭയങ്കര വലിയൊരു നഷ്ടമാണ് സീസൺ 8 തമിഴിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്കും സീസൺ 8 വേണ്ടി 100% 100 ഡേയ്സും കൊടുത്ത് കളിച്ച ഒരു പ്ലെയറാണ് ഔട്ടായത്. അതെ, ടോപ്പ് 2 വരേണ്ട പ്ലെയറാണ് ഔട്ടായത്. ഭയങ്കര ഷോക്കിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെച്ച ടാസ്കിനോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു അവസ്ഥയായിപ്പോയി. സത്യം. എന്താണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം ഈ പറയുന്ന ഔട്ടായ ആളുടെ വലിയ ഫാനൊന്നുമല്ല ഞാൻ. പക്ഷേ ആസ് എ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത, ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത 99.99% നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആൾ ഔട്ടായി എന്നറിയുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിംഗ് ആണ്. വേറൊന്നുമല്ല പറയാൻ പോകുന്നത്. ജാക്വിലിൻ എവിക്റ്റഡ്. കൺഫേംഡ് ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഷോക്ക് ആവുമായിരിക്കും. ജാക്വിലിൻ എവിക്റ്റഡ് ആണ്. മിഡ് വീക്ക് എവിക്ഷനിലൂടെയാണ് പുറത്തായിരിക്കുന്നത്. മിഡ് വീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് പണപ്പെട്ടി മിഡ് വീക്ക് ആവാനാണ് കേട്ടോ ചാൻസ്. പണപ്പെട്ടി മിഡ് വീക്ക് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ അറിഞ്ഞത് ജാക്വിലിൻ എവിക്റ്റഡ് ആണെന്നാണ്. റീസൺ അറിഞ്ഞിട്ടില്ല. എന്താ റീസൺ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും ജാക്വിലിൻ എവിക്റ്റഡ് ആണ്. അപ്പോൾ ഇനി പണപ്പെട്ടി ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ റിവ്യൂ ഇട്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്താ പരിപാടി, എന്തുവാ എടുക്കാൻ പറ്റാത്തൊരു സമയം, ഒരു വലിയൊരു എമൗണ്ടും കൊടുത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സമയം കൊടുക്കുമ്പോൾ ആരെങ്കിലും ഓടും, അവർ ചാടിക്കുഴിയിൽ വീഴുകയും ചെയ്യും. ഒരു പക്ഷേ അതായിരിക്കും നടന്നിട്ടുണ്ടാവുക. അല്ലാതെ വോട്ടിംഗ് ബേസിസിൽ എനിക്ക് തോന്നുന്നില്ല വിശാലിനും പവിത്രയ്ക്കും ഒക്കെ താഴെയായിട്ട് ജാക്വിലിൻ വരുമെന്ന് അറിയില്ല. എന്തായാലും ജാക്വിലിൻ എവിക്റ്റഡ് ആണ്. ടോപ്പ് 5 എൻ്റെ പൊന്നെ ഒരു അട്ടർ ഫ്ലോപ്പ്, തൊലഞ്ഞ ഒരു എന്താ പറയുക, ഒരു എന്ത് വേർഡ്, എനിക്ക് നല്ല ഒരു വേർഡ് വരുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല. അത്ര വളരെ മോശമായിട്ടുള്ള ഒരു ടോപ്പ് 5 ആണ്. 2 പേര് മാത്രം ടോപ്പ് 5 അർഹരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആരൊക്കെ? മുത്തുക്കുമരനും സൗന്ദര്യയും. പിന്നെ ബാക്കിയുള്ള റയാൻ, വിശാൽ, പവിത്ര. ഈ സീസൺ കംപ്ലീറ്റ് ആയിട്ട് ചകഞ്ഞ് നോക്കുവാണെങ്കിൽ അൺഫെയർ ഇപ്പം അതിൻ്റെ അവസാനമായി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് അൺഫെയർ. ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തോ? ഇപ്പോൾ എന്ത് റീസൺ ആണെന്ന് അറിയത്തില്ല. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ജാക്വിലിൻ പുറത്തായെങ്കിൽ അത് ഭയങ്കര അൺഫെയർ ആണ്. ഇനി പണപ്പെട്ടിയുടെ കേസിലാണെങ്കിൽ അത് ലക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ആ പണപ്പെട്ടി എടുക്കാൻ പോയി അതിൻ്റെ ലക്കില്ലെന്ന് പറയേണ്ടി വരും. എന്തായാലും ഭയങ്കര വിഷമം തോന്നുന്നു. സീരിയസ്ലി ഫാനൊന്നുമല്ല, ജാക്വിലിൻ്റെ ഫാനൊന്നുമല്ല. പക്ഷെ ഭയങ്കര വിഷമം തോന്നുന്നു. ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 ഉറപ്പായിട്ടും കിട്ടിയേനെ. ഉറപ്പായിട്ടും ടോപ്പ് 2 അർഹയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാക്വിലിൻ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി എവിക്ഷൻ. അയ്യോ.